നമസ്കാരം. 2025 ജനുവരി 29 രാത്രി 11 മണി. ഉത്തർപ്രദേശിലെ ലക്നോ നിവാസിയായ വിശാൽ ഗൗതം അയാളുടെ കാറിൽ റായ്ബറേലിയിൽ പെട്ടിട്ട് ഇപ്പോ 7 മണിക്കൂറായിരിക്കുകയാണ്. അയാളുടെ കാറിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് 135 കിലോമീറ്റർ ദൂരെയാണ് പ്രയാഗ്രാജ്. അയാൾക്ക് എത്രയും പെട്ടെന്ന് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ എത്തിയേ പറ്റൂ. അവന്റെ അമ്മയും അച്ഛനും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങിയ ഒരു വൻ സംഘം ലക്നൌവിൽ നിന്ന് പ്രയാഗ്രാജിൽ ആ കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. അതിരാവിലെ 1 മണിക്കും 2 മണിക്കും ഇടയിൽ പ്രയാഗ്രാജിലെ സ്നാനഘട്ടിൽ ഉണ്ടായ തിക്കും തിരക്കിലും ആ ടീം ചിതറി ഓടിയിരുന്നു. ചിതറി ഓടപ്പെട്ട ആ ടീം അനവധി മണിക്കൂറുകൾക്ക് ശേഷം ഒരു സ്ഥലത്ത് ഒത്തുകൂടിയപ്പോൾ ഒരാളെ കാണാനില്ല. ഗൗതത്തിന്റെ അച്ഛനെയാണ് കാണാനില്ലാത്തത്. അച്ഛനെ കുറിച്ച് തിരക്കാനാണ് ഗൗതം ഇപ്പോ അമ്മയെ വിളിച്ചത്. അമ്മ സങ്കടത്തോടെ ഗൗതമിനോട് പറഞ്ഞു, ഞങ്ങള് അച്ഛന് വേണ്ടി അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാകെ ടെൻഷനിലാണ്. അവരുടെ കൂട്ടത്തുള്ള മുഴുവൻ ആളുകളും അവർക്കൊപ്പം ആ ടീമിനെ നയിച്ചെത്തിയ ഗൗതത്തിന്റെ അച്ഛന് വേണ്ടി തിരയുകയാണ്. മഹാകുംഭമേളയുടെ നടത്തിപ്പിനായി UP സർക്കാർ നിയോഗിച്ച ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ വൈഫൈ കൃഷ്ണയുടെ അഭിപ്രായത്തിൽ രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിൽ ആ പ്രയാഗ്രാജിൽ ഒരു തിരക്കുണ്ടായി. പ്രയാഗ്രാജിലേക്ക് എത്തുന്ന ആളുകളെ നിയന്ത്രിക്കാനായി ചില ബാരിക്കേഡുകളൊക്കെ ഉയർത്തിയിരുന്നു. ആ ബാരിക്കേഡ് തള്ളിക്കിടക്കാനായി 1 മണി കഴിഞ്ഞപ്പോൾ ഒരു ശ്രമം ഉണ്ടായി. അതിന്റെ ഫലമായി ആ ബാരിക്കേഡ് മറിഞ്ഞു. ബാരിക്കേഡ് മറിഞ്ഞു വീണതും ബാരിക്കേഡിന് പുറത്തുണ്ടായിരുന്ന ആൾക്കൂട്ടം മറുഭാഗത്തേക്ക് ഓടി. ആ സമയത്ത് താഴെ വീണ ആളുകളുടെ മുകളിലൂടെ ആളുകൾ ഓടിപ്പോവുകയായിരുന്നു. ചവിട്ടേറ്റ പലർക്കും എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ ബഹളം ഒന്ന് അടങ്ങിയപ്പോഴാണ് ചവിട്ടേറ്റ് വീണ ആളുകളെ പോലീസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത് രാത്രി ഏകദേശം 2 മണിയോടുകൂടിയാണ്. വൈകുന്നേരം 6 മണിയാകാറായപ്പോഴാണ് പോലീസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച ആളുകളിൽ 30ഓളം ആളുകൾ മരണപ്പെട്ട കാര്യം പത്രക്കാരോട് സൂചിപ്പിക്കുന്നത്. വൈഭവ് കൃഷ്ണ അഭിപ്രായത്തിൽ ആ തിരക്കുണ്ടായതിന് ഒരു കാരണമുണ്ട്. ഈ മഹാകുംഭമേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജനുവരി 29. അന്ന് മൗനി അമാവാസിയാണ്. മൗനി അമാവാസി ദിവസം ആ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയാൽ അത് നല്ലതാണെന്നുള്ള ഒരു വാർത്ത വളരെ നേരത്തെ തന്നെ പത്രങ്ങൾ വഴിയും സോഷ്യൽ മാധ്യമങ്ങൾ വഴിയും ഒരുപാട് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. പ്രയാഗ്രാജിന്റെ ഇടതുവശത്ത് യമുനയും വലതുവശത്ത് ഗംഗയുമാണ്. ആ 2 നദികളും കൂടിച്ചേരുന്ന ആ ഭാഗത്ത് ഭൂമിക്ക് ഉള്ളിലായി സരസ്വതി നദിയും ഉണ്ടെന്നാണ് സങ്കല്പം. ആ 3 നദികളും ശരിക്കും അവിടത്തെ ആ നദിയുടെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗത്താണ് കൃത്യമായും യോജിക്കുന്നെന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ആ ഭാഗത്തേക്ക് എത്താനാണ് ശരിക്കും ആളുകൾ തിരക്ക് കൂട്ടുന്നത്. ഈ സ്ഥലത്ത് എത്താൻ വേണ്ടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ പ്രയാഗ്രാജിലേക്ക് ഒഴുകി വരുന്ന ദിവസമാണ് ജനുവരി 29. 45 ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ കുംഭമേളയുടെ കാലാവധി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ജനുവരി 29. ഈ കുംഭമേളയുമായി ബന്ധിപ്പിച്ച് എത്തുന്ന ആളുകളൊക്കെ പ്രയാഗ്രാജിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെ എത്തുമ്പോൾ തന്നെ അവരുടെ വാഹനങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്വകാര്യ വാഹനങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള അനുവാദമില്ല. വളരെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ് സർക്കാർ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മുടെ വാഹനങ്ങൾ നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാനായി UP സർക്കാർ വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബസ്സുകൾ ഇങ്ങനെ നിരനിരയായി പൊയ്ക്കൊണ്ടിരിക്കും. അവിടെ മുതൽ നമുക്ക് സൗജന്യ യാത്രയാണ്. നമ്മൾ വാഹനങ്ങൾ നിർത്തിയതിനു ശേഷം നമ്മുടെ സാധനങ്ങളുമായി നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നു. ആ ട്രാൻസ്പോർട്ട് ബസ് നമ്മളെ കൊണ്ട് ഏതാണ്ട് ഒച്ചയിഴയും പോലെ ഇഴഞ്ഞാണ് മുന്നോട്ട് പോവുക. പ്രയാഗ്രാജിന് എത്രത്തോളം അടുത്തേക്ക് എത്താൻ കഴിയുമോ അത്രത്തോളം അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ആ ബസ്സുകൾ ശ്രമിക്കുക. പക്ഷേ പലപ്പോഴും നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് 5 കിലോമീറ്റർ വരെയൊക്കെ പോകുമ്പോഴേക്കും ബസ്സുകൾ സ്റ്റോപ്പ് ആവും. അതിനും അപ്പുറത്തേക്ക് ആ ബസ്സുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അത്ര ജനമാണ് റോഡിൽ ഉണ്ടാവുക. അവിടെ മുതൽ നമുക്കൊരു കാഴ്ച കാണാം. ശരിക്കും ഒരു ഹട്ട് സിറ്റിയായി പ്രയാഗ്രാജ് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. 40,000-ഓളം ഹെക്ടർ ഏരിയയിൽ എവിടെ നോക്കിയാലും കുടിലുകൾ മാത്രമേ കാണാൻ കഴിയൂ. വളരെ മനോഹരമായ റോഡാണ്. നമ്മുടെ കാലിൽ ചൂടടിക്കാതിരിക്കാനായി റോഡിൽ റബ്ബർ ഷീറ്റുകൾ ഏതാണ്ട് വിരിച്ചിട്ടിരിക്കുകയാണ്. അഴുക്കോ പ്ലാസ്റ്റിക്കോ പൊടിപടലങ്ങളോ ഒന്നും തന്നെ ആ റോഡിലോ സമീപത്തോ കാണാൻ പോലും ഉണ്ടാവില്ല. അത് മുഴുവൻ ഒപ്പിയെടുക്കാനും ക്ലീൻ ആക്കാനുമായി വൻ സന്നദ്ധ സേന തന്നെ അവിടെ ഉണ്ട്.
15,000 ശുചീകരണ തൊഴിലാളികൾ ഇവർക്ക് പുറമെ ഈ ക്ലീനിങ് ആക്ടിവിറ്റീസുമായി കണക്റ്റഡ് ആയിട്ട് അവിടെ ഉണ്ട്. 15 മുതൽ 20 കിലോമീറ്റർ ദൂരം നടക്കാൻ മടിയുള്ള ആളുകൾ ആ സമയത്താണ് ബൈക്ക് ടാക്സികളെ ഉപയോഗിക്കുക. ലൈസൻസ് എടുത്ത് ബൈക്ക് ടാക്സി നടത്തുന്ന ആളുകളുമുണ്ട്, ലൈസൻസ് ഇല്ലാതെ ബൈക്കിൽ ആളുകളെ കൊണ്ടുപോകുന്നവരുമുണ്ട്. രണ്ട് ടീമും ചെയ്യുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ബൈക്കിൽ നമ്മളെ കയറ്റിക്കഴിഞ്ഞാൽ അവർ ഈ റോഡിലൂടെ വാഹനം ഓടിക്കില്ല, അതിനു പകരം ഊടുവഴികളിലൂടെ ഓടിക്കും. അനവധി ഗ്രാമങ്ങളിലൂടെയൊക്കെ ഓടിച്ച് കറങ്ങിത്തിരിഞ്ഞ് അവർ പ്രയാഗ്രാജിന് സമീപത്തെത്തും. അപ്പോഴും അവർക്ക് എത്താൻ കഴിയുന്നത് 5 കിലോമീറ്റർ ഇപ്പുറം വരെ മാത്രമാണ്. പ്രയാഗ്രാജിന് 5 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് സകല വാഹനങ്ങളും പോലീസ് പൂർണ്ണമായും തടയും. ബൈക്ക് ടാക്സിക്കും പിന്നെ അങ്ങോട്ട് മൂവ്മെന്റ് ഇല്ല. അവിടെ നിന്ന് നമ്മൾ നടന്നു തന്നെയാണ് പ്രയാഗ്രാജിലേക്ക് മൂവ് ചെയ്യേണ്ടത്. നമ്മൾ ബസ് ഇറങ്ങി ഈ 5 കിലോമീറ്റർ വരെയുള്ള ആ നടത്തത്തിനിടയിൽ വിശക്കുകയാണെങ്കിൽ പണം കൊടുത്ത് ആഹാരം വാങ്ങാനുള്ള സകല സംവിധാനങ്ങളും ഇരുപുറത്തുമുണ്ട്. എല്ലാ തരത്തിലുള്ള ആഹാരവും നമുക്ക് ലഭിക്കും. ഭക്ഷണത്തിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പണമുണ്ടോ ഭക്ഷണം കിട്ടും. പണമില്ലെങ്കിലും ഭക്ഷണം കിട്ടുന്ന ഘട്ടം എത്തുന്നത് നമ്മൾ പ്രയാഗ്രാജിന് സമീപം എത്തുമ്പോഴാണ്. അവിടെ മുതൽ 1 രൂപ പോലും നമുക്ക് ചെലവാകില്ല. തികച്ചും സൗജന്യമാണ് ഭക്ഷണം. റോഡിന്റെ ഇരുപുറത്തുമായി അനവധി കൂടാരങ്ങൾ കാണാം. അത് നമുക്ക് പല ശൈലിയിൽ വിളിക്കാം. ഗട്ടികളെന്നോ അഹാടികളുടെ വാസസ്ഥലമെന്നോ എന്തുകൊണ്ടെങ്കിലും വിളിക്കാം. പല രീതിയിലുമുള്ള ആളുകൾ അവിടെ കാണാം. അവർ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരം നമുക്ക് ഫ്രീ ആയി തരികയും ചെയ്യും. അങ്ങനെയുള്ള ആ സംവിധാനത്തിലൂടെ നടന്നാണ് നമ്മൾ പ്രയാഗ്രാജിലെ സ്നാനഘട്ടിലേക്ക് എത്തേണ്ടത്. അവിടെ മുതൽ ബാരിക്കേഡുകളുടെ ഒരു വൻ ശൃംഖലയുണ്ട്. ഈ ബാരിക്കേഡുകൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അനവധി മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ആരോഗ്യവകുപ്പിന്റെ ആളുകളും ഒക്കെ അവിടെ ഉണ്ട്. ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സും പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആളുകളെ ക്യൂ ആയിട്ടും ആളുകളെ നിയന്ത്രിച്ചുമൊക്കെ അകത്തേക്ക് വിടാനുള്ള ഒരു ഒരുക്കമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജനുവരി 29 ആ തിരക്കിനോടനുബന്ധിച്ച് ആ മരണമൊക്കെ ഉണ്ടായെന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വീഡിയോയിലൂടെ അന്വേഷിക്കുന്നത്. ആളുകൾ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി ബാരിക്കേഡിന്റെ മുകളിലൂടെ ചാടാൻ ശ്രമിച്ചപ്പോഴാണ് ആ ബാരിക്കേഡ് പൊളിഞ്ഞു വീണതെന്നും അങ്ങനെയാണ് തിക്കും തിരക്ക് ഉണ്ടായെന്നാണ് UP പോലീസിന്റെ അവകാശവാദം. പക്ഷെ ആളുകൾ എന്തിന് ബാരിക്കേഡിന്റെ മുകളിലേക്ക് ഇരച്ചു കയറി? ആ ചോദ്യത്തിനുള്ള ഉത്തരം UP പോലീസ് പറയുന്നില്ല. ആ ചോദ്യത്തിന് ഉത്തരമായി ഇപ്പോൾ പല കഥകളും നമ്മൾ കേൾക്കുകയാണ്. ആ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു അനൗൺസ്മെന്റ് ആണ്. ജൂൺ 28 രാത്രി, അതായത് ജൂൺ 29 പുലരുന്ന സമയത്ത് ഏകദേശം ഒരു 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയപ്പോൾ അവിടെ ഒരു അനൗൺസ്മെന്റ് മുടങ്ങിയിരുന്നു. മൗനി അമാവാസി ദിനത്തിന്റെ സ്നാനം ആരംഭിക്കാനുള്ള സമയമായെന്നാണ് ആ അനൗൺസ്മെന്റ്. ശരിക്കും ബ്രഹ്മമുഹൂർത്തം വരാൻ പോകുന്നതേ ഉള്ളൂ. ആ ബ്രഹ്മമുഹൂർത്തം ആകുമ്പോൾ സ്നാനത്തിന് പോകാമെന്ന് കരുതിയിരുന്ന ആളുകൾ പെട്ടെന്ന് സ്നാനം ആരംഭിച്ചു എന്ന് കേട്ടതും അതിവേഗം സ്നാനഘട്ടിലേക്ക് ഓടാനായി ഒരു ശ്രമം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആ ബാരിക്കേഡിന്റെ മുകളിലേക്കുള്ള തള്ളിക്കയറ്റവും ബാരിക്കേഡ് മറയുന്നതിലേക്കും എത്തിയതെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന കഥകളിൽ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ അന്ന് 29-ന് അവിടെ ആ ദുരന്തത്തിന് വിധേയരായ ആളുകൾക്ക് മറ്റൊരു അഭിപ്രായമാണ് ഉള്ളത്. അവരുടെ അഭിപ്രായത്തിൽ ഈ സംഭവങ്ങളുടെ എല്ലാം കാരണം അവിടെ അന്ന് വന്ന VIP-കളാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് എന്നൊക്കെ പറയുന്ന ആളുകൾ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പോലീസിനോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കോ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന ആളുകളെ അവർ ഈ പറഞ്ഞ എല്ലാ ബാരിക്കേഡുകളും കടത്തി വിട്ടുകൊടുക്കും. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ 20 കിലോമീറ്റർ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടി വാഹനങ്ങൾ ഈ പ്രയാഗ്രാജിന്റെ സ്നാനഘട്ടിന് അടുത്ത് വരെ എത്തും. ജനം മുഴുവൻ ആ റോഡിലൂടെ അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് സമീപത്തുകൂടി വാഹനങ്ങളിൽ പോകുന്ന ആ VIP-കളെ സ്വാഭാവികമായും ഒരു അനിഷ്ടത്തോടു കൂടിയാണ് ആളുകളൊക്കെ കാണുക. VIP ആയി ഇരിക്കുന്നതിന്റെ ഗുണം അനുഭവിച്ച് കാറിലൂടെ യാത്ര ചെയ്ത് ഈ സ്നാനഘട്ടിന് സമീപമെത്തിയ ആ ആളുകൾക്ക് വേണ്ടി സ്നാനഘട്ടിൽ ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ പോലീസ് വളരെ വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപം കാണിച്ചു. എല്ലാ സ്നാനഘട്ടുകളിലേക്കുള്ള പ്രവേശനം അവർ നിയന്ത്രിച്ചിട്ട് ഒരു സ്നാനഘട്ടിലേക്ക് മാത്രം സാധാരണ ആളുകളുടെ പ്രവേശനം ഒരുക്കി. അനവധി സ്നാനഘട്ടുകളിലേക്ക് പോകേണ്ട ആളുകളെ ഒരു സ്നാനഘട്ടിലേക്ക് പോലീസ് തിരിച്ചു വിട്ടപ്പോൾ അതുണ്ടാക്കിയ തിരക്കാണ് ജനുവരി 29 ദുരന്തത്തിന് ഇടയായ കാരണമെന്നാണ് അന്ന് ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ബന്ധുക്കളുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനുവരി 29 രാവിലെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ആ നിമിഷത്തിൽ തന്നെ
സ്നാനം നിർത്തിവെപ്പിക്കപ്പെട്ടു. പിന്നീട് അത് തുടങ്ങുന്നത് 29-ന് ഉച്ചയോട് അടുപ്പിച്ചാണ്. ആ സമയത്ത് ആകാശത്ത് ഹെലികോപ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ആ ഹെലികോപ്റ്ററിൽ നിന്ന് റോസാ പൂക്കൾ താഴോട്ട് വിതറുകയും ചെയ്തു. ആ സമയത്ത് സ്നാനം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് സന്യാസിമാരുടെ ഒരു വൻ സംഘം ആ ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിനായി എത്തിയിരുന്നു. ആ നിമിഷം മുതൽ പിന്നെയും സ്നാനം ആരംഭിച്ചിരുന്നു. ഈ സമയത്താണ് യോഗി ആദിത്യനാഥ് അവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് കൂടി. എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ആ സംഭവം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ആലോചനകൾ ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുകയാണ്. ജനുവരി 29-ന്റെ ആ പകല് അങ്ങനെ അവസാനിച്ചു. ജനുവരി 30 ആയപ്പോൾ ശരിക്കും പ്രയാഗ്രാജിലെ ആ സ്നാനഘട്ടം ഒരു വല്ലാത്ത ബഹളത്തിന് വിധേയമാവുകയാണ്. തലേദിവസം ആ തിക്കും തിരക്കും ഉണ്ടായപ്പോൾ പല സ്ഥലത്തേക്കും ഓടി രക്ഷപ്പെട്ട ആളുകൾ, ആ തിരക്കിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ, ഇവരൊക്കെ അലഞ്ഞു തിരിയുകയാണ്. അനവധി പോലീസ് എയ്ഡ് പോസ്റ്റുകൾ അവിടെയുണ്ട്. അതുപോലെ മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്ന പോസ്റ്റുകളുണ്ട്. വേറെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഇവിടെയെല്ലാം കയറി ഇറങ്ങി ആ നേപ്പാളുകാരനായ യുവാവ് രാജ്കുമാർ അയാളുടെ അമ്മയാണ് തിരക്കുന്നത്. രാജ്കുമാർ 80 പേരടങ്ങിയ ഒരു സംഘവുമായിട്ടാണ് നേപ്പാളിൽ നിന്ന് പ്രയാഗ്രാജിലെത്തിയത്. ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു സ്വപ്നമായി കരുതുന്ന ആ ആളുകൾ ഇപ്പോ അവരുടെ കൂട്ടത്തിൽ മിസ്സായിരിക്കുന്ന ആളുകളെ തിരക്കി നടക്കുകയാണ്. രാജ്കുമാർ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. രാജ്കുമാറും അയാളുടെ സംഘവും ആ നദിയിലെ സ്നാനഘാട്ടിലേക്ക് ഇറങ്ങാനായി അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സ്നാനഘാട്ടിൽ ഇറങ്ങി സ്നാനം നടത്തിയ ആളുകൾ മടങ്ങി വരുന്നത് അവർക്ക് കാണാം. ആ മടങ്ങി വരുന്ന ആളുകൾക്ക് മുകളിലേക്ക് കയറാനുള്ള വഴിയും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ആളുകളുടെ വഴിയും ഒന്നായി മാറി. മുകളിലേക്ക് കയറാൻ ആളുകൾക്ക് സ്ഥലമില്ലാതിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ആളുകൾ താഴേക്ക് ഇറങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഉന്തും തള്ളും ആരംഭിച്ചു. ആരൊക്കെയോ വീണു. ആളുകൾ വീണു തുടങ്ങിയോടുകൂടി തൊട്ടുപുറകുള്ള ആളുകൾ അവരുടെ മുകളിലേക്ക് വീണു തുടങ്ങി. ആകെ പ്രശ്നമായി. ശരിക്കും ഭയന്നുപോയ ആൾക്കൂട്ടം 4 ഭാഗത്തേക്കും ചിതറി ഓടുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ പലരും പിന്നെ വീണു തുടങ്ങി. കരച്ചിലും അലർച്ചയും അതിന് ഒപ്പമുണ്ടായതും ഭയന്നുപോയ ആളുകൾ സ്വന്തം ജീവൻ രക്ഷിക്കാനായി എങ്ങോട്ടെങ്കിലൊക്കെ ഓടിക്കയറുകയായിരുന്നു. ജനുവരി 29 രാത്രി 1:30 മണിവരെ അവിടെ മുഴങ്ങിക്കേട്ടിരുന്നത് ഹരഹര ഗോവിന്ദ എന്ന ആ പ്രാർത്ഥനയാണ്. പക്ഷെ 1:30 കൂടി നമ്മൾ കേൾക്കുന്നത് ശരിക്കും കരച്ചിലാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ ഓട്ടവും ആ ബഹളവും കരച്ചിലുമാണ് അടുത്ത 1 മണിക്കൂറിൽ അവിടെ മുഴുവൻ മുഴങ്ങിക്കേട്ടത്. ആ ബഹളം കഴിഞ്ഞപ്പോൾ രാജ്കുമാറിന്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന 80 ആളുകളും എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയിരിക്കുകയാണ്. ഭാര്യയും അമ്മയും കാണാതെ വിഷമിച്ചു പോയ രാജ്കുമാർ അവിടെ മിസ്സായ ആളുകളെ അന്വേഷിച്ച് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നു തുടങ്ങി. അയാൾ കയറാത്ത സ്ഥലമില്ലെന്ന് പറയാം. അങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കോൾ വന്നു. അയാളുടെ കാണാതെ പോയ ഭാര്യ നൂതൻ ദേവി മിസ്സായ ആളുകളെ നോക്കുന്ന ഒരു സ്ഥലത്തുണ്ടെന്നുള്ള വിവരമാണ് ഫോണിലൂടെ അയാൾ അറിഞ്ഞത്. അയാൾ സന്തോഷത്തോടെ അവിടെ ഓടിയെത്തുമ്പോൾ അയാളുടെ ഗ്രൂപ്പിലെ മറ്റു പലരെയും അവിടെ കാണാൻ പറ്റി. മറ്റു പല സ്ഥലത്തു നിന്നുമായി ആളുകളേക്ക് അവർ ശേഖരിച്ചെടുത്തെങ്കിലും അവർക്ക് അപ്പോഴും രാജ്കുമാറിന്റെ അമ്മയെ മാത്രം കിട്ടിയില്ല. അമ്മയെ കിട്ടിയിട്ട് വേണം അയാൾക്ക് നേപ്പാളിലേക്ക് മടങ്ങാൻ. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം രാജ്കുമാറിന് അറിയില്ല. അവിടെ മിസ്സായി പോകുന്ന ആളുകളെ കണ്ടുപിടിക്കാനായി ചെല്ലേണ്ട സ്ഥലത്തേക്ക് രാജ്കുമാറും നൂതനും കൂടി ചെന്നെങ്കിലും അവിടെയൊന്നും അമ്മയില്ല. അപ്പോഴാണ് അവിടെയുള്ള ആളുകൾ ആശുപത്രികളിൽ ഒന്ന് തിരക്കാനായി രാജ്കുമാറോട് പറഞ്ഞത്. പ്രയാഗ്രാജിലെ മോട്ടിലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലാണ് രാജ്കുമാർ എത്തിയത്. അയാൾ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ആളുകളോട് അവന്റെ അമ്മയെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അവിടെ അങ്ങനെ ഒരു സ്ത്രീ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞതും അവൻ തിരിച്ച് വീണ്ടും പ്രയാഗ്രാജിലെ ആ സ്നാനഘട്ടിലെത്തി. അവർ പറയുന്നു അവിടെ ഇല്ലാന്ന്. വീണ്ടും രാജ്കുമാർ ആ ആശുപത്രിയിലേക്ക് മടങ്ങി വന്നു. ആശുപത്രി അധികാരികൾ വീണ്ടും പഴയ അഭിപ്രായം പറഞ്ഞതും അവൻ തിരിച്ച് സ്നാനഘട്ടിലേക്കും അവിടെ നിന്ന് ആശുപത്രിയുമായിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അമ്മ എവിടെ അത് അറിയാതെ വിഷമിച്ച് ഓരോ അധികാരികൾ കാണുമ്പോഴും ആ വിവരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 30-ന് രാജ്കുമാർ പ്രയാഗ്രാജിൽ ആ സമയത്ത് സ്നാനഘട്ടിന് സമീപത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കാണുന്നത് ആളുകൾ ഒന്നൊന്നായി വീഴുന്നതാണ്. വീഴുന്ന ആളുകളുടെ മുകളിൽ നിന്ന് ആളുകൾ പിന്നെ വീഴുകയാണ്. താഴെ നിന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുകളിലേക്കാണ് മുകളിൽ നിന്നുള്ള ആളുകൾ വന്ന് വീഴുന്നത്. ആ കാഴ്ച കണ്ട് ഒരു നിമിഷം അമ്പരന്ന് പോയ കോൺസ്റ്റബിൾ പെട്ടെന്നാണ് മറ്റൊരു കാഴ്ച കണ്ടത്. സകല ആളുകളും തലങ്ങുവിലങ്ങ് ഓടുകയാണ്. തലങ്ങുവിലങ്ങും ഓടുന്ന ആളുകൾ തന്റെ പുറത്തും വീഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കോൺസ്റ്റബിൾ
പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മാറി പൊക്കമുള്ള ഒരു സ്ഥലത്തേക്ക് കയറുകയായിരുന്നു. ഇപ്പോഴും ആ നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കോൺസ്റ്റബിള് ശരിക്കും വിറയ്ക്കുന്നുണ്ട്. ശരിക്കും ആളുകളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആ കോൺസ്റ്റബിൾ പോലും ആ തിക്കും തിരക്കോ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം അയാൾ തന്നെ വ്യക്തമായി പറയുകയാണ്. അതായിരുന്നു അവസ്ഥ. ജനുവരി 29 രാത്രി 1 മണിക്ക് ആ സ്നാനഘട്ടിലേക്കുള്ള 3 ഗേറ്റുകളിൽ 2 എണ്ണവും അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരു ഗേറ്റ് മാത്രമാണ് തുറന്നു വെച്ചിരുന്നത്. അപ്പോഴാണ് രാത്രി 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയപ്പോൾ ആ അനൗൺസ്മെന്റ് ഉണ്ടായത്. അടഞ്ഞു കിടക്കുന്ന 2 ഗേറ്റിന് മുന്നിലും ഉണ്ടായിരുന്ന ആളുകൾ തുറന്നു കിടക്കുന്ന ഗേറ്റിന് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിപ്പോയതാണ്. അവര് ഓടിയെത്തുമ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആളുകൾ നദിയിലേക്ക് ഇറങ്ങി സ്നാനം കഴിഞ്ഞ് മുകളിലേക്ക് കയറുന്ന സമയമാണ്. പെട്ടെന്ന് വൻതോതിൽ ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് ആ ഗേറ്റ് വഴി തള്ളി ഇറങ്ങിയതും സ്നാനം കഴിഞ്ഞ് മുകളിലേക്ക് ആളുകൾ കയറി വന്നതും ഏതാണ്ട് ഒരേ നിമിഷത്തിലാണ്. ദൃക്സാക്ഷികൾ ആ രംഗം അങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്. അവിടെ മുതലാണ് വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ലക്ഷക്കണക്കിന് ആളുകൾ ആ സമയത്ത് ആ സ്നാനഘട്ടിൽ ഉണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ കണ്ടിരിക്കുന്ന കാഴ്ചകൾ പല ശൈലിയിലാണ്. അതിനെ കേന്ദ്രീകരിക്കുമ്പോഴേ നമുക്ക് ഈ കഥയുടെ ഒരു പൂർണ്ണ രൂപം പിടികിട്ടത്തുള്ളൂ. ഈ പ്രയാഗ്രാജിൽ ആ സ്നാനഘട്ടിന് സമീപത്തായി മിസ്സായ ആളുകളെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരെ കണ്ടുപിടിക്കാനായി 10 സ്ഥലങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ 10 സ്ഥലങ്ങളിലും 29-ാം തീയതി പുലർന്നപ്പോൾ മുതൽ ഇഷ്ടംപോലെ ആളുകൾ കൂടി നിൽക്കുകയാണ്. അവരുടെ കൂടെ വന്ന പലരെയും മിസ്സായിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകളുടെ ശ്രമം കൊണ്ട് പല ആളുകൾക്കും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ തിരിച്ചു കിട്ടിയെങ്കിലും മിസ്സായ ആളുകൾ പിന്നെയും ഒരുപാടുണ്ട്. ആ ബഹളം 30-ാം തീയതി ആയിട്ടും മാറിയിട്ടില്ല. തിക്കും തിരക്കും ചെറിയ തോതിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ മിസ്സാകുന്ന ആളുകൾ ആ മിസ്സിംഗ് പേഴ്സണെ കണ്ടുപിടിക്കുന്ന കേന്ദ്രത്തിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ പേര് അനൗൺസ് ചെയ്യും. അവർക്ക് ടെലിഫോൺ നമ്പർ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ ടെലിഫോൺ നമ്പറിലേക്ക് അവിടുന്ന് വിളിക്കുകയും ചെയ്യും. ശരിക്കും പഴുതുകൾ അടച്ച ഒരു വൻ സുരക്ഷാ സംവിധാനമാണ് UP സർക്കാർ യഥാർത്ഥത്തിൽ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ത് സപ്പോർട്ടിനും ഉദ്യോഗസ്ഥരുടെ ഒരു വൻ ശൃംഖല തന്നെ അവിടെ ഉണ്ട്. ആ ശൃംഖലയുടെ ഭാഗമാണ് ഈ പറഞ്ഞ 10 മിസ്സിംഗ് പേഴ്സണെ കണ്ടുപിടിക്കുന്ന കേന്ദ്രങ്ങളും. അവിടെ 29-നും 30-നും ശരിക്കും ജനം ഇടിച്ചു കയറുകയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വന്ന ആളുകളെ കാണാനില്ല എന്ന പരാതിയുമായി. ഇതുപോലെ ഒരു കാഴ്ച സമീപത്തെ ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് മുന്നിലും നമുക്ക് കാണാം. അവരുടെ കൂടെ വന്ന ആളുകളെ മിസ്സിംഗ് പോസ്റ്റുകൾ കാണാതെ വന്നപ്പോൾ ആളുകൾ നേരെ ഓടിയത് ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളില്ല എന്ന് കണ്ടതും ആളുകൾ നേരെ മോർച്ചറിയിലെത്തും. മോർച്ചറിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത അനവധി ബോഡികൾ ആ സമയത്ത് എത്തിയിട്ടുണ്ട്. ആ ബോഡികളിൽ ഏതെങ്കിലും തങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളുകളുടേതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആളുകൾ മോർച്ചറിയിലേക്ക് ഇരച്ചു വരുന്നത്. അവിടെ ആ ബോഡികൾ പരിശോധിക്കുന്ന അവർ അവരുടെ കൂട്ടത്തിൽ ആളാണെന്ന് തിരിച്ചറിയുന്നതും പിന്നെ കരച്ചിലും ബഹളവുമായി. തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളിന്റെ ബോഡി അവിടെ ഇല്ലെന്ന് കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു വികാരത്തോടു കൂടി അവിടുന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ നേരെ അവിടുന്ന് ഓടുന്നു വീണ്ടും ഹോസ്പിറ്റലിനുള്ളിലേക്കാണ്. അവിടെ ആളെ കാണാൻ പറ്റാതെ വരുമ്പോൾ ആ മിസ്സിംഗ് പേഴ്സൺസിനെ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ആ കേന്ദ്രങ്ങളിലേക്ക് ഓടും. ശരിക്കും ഒരു ബഹളം ഈ 29-നും 30-നും ഈ ശൈലിയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് ശരിക്കും പ്രയാഗ്രാജിന്റെ ആ മതനിരപേക്ഷമായ മുഖം നമ്മൾ നേരിൽ കാണുകയുണ്ടായി. പ്രയാഗ്രാജിലേക്കുള്ള സകല വാഹനങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നത് ജൂസി ജംഗ്ഷനിലാണ്. ആ ജൂസി ജംഗ്ഷന് സമീപത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അൻവർ കോംപ്ലക്സ്. അതിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് അനസ്. മുഹമ്മദ് അനസിന് ആ തിക്കും തിരക്കും ഉണ്ടായ ജനുവരി 29-ന് രാവിലെ മുതലുള്ള സംഭവങ്ങൾ വ്യക്തമായും ഓർമ്മയുണ്ട്. ജനുവരി 29 പുലർന്നപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് തിക്കും തിരക്കും ഉണ്ടായെന്നും അനവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സകല മേഖലയിലേക്കും വ്യാപരിച്ചു വരുമ്പോൾ ആ പ്രയാഗ്രാജ് കുംഭമേള സ്പോട്ടിൽ നിന്ന് ആളുകൾ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ജൂസിലേക്ക് ഒഴുകിയെത്തിയായിരുന്നു. അവിടേക്ക് പ്രയാഗ്രാജിൽ നിന്ന് ഒഴുകിയെത്തിയ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ സകലതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ കൈവശമുണ്ടായിരുന്ന ബാഗുകൾ, അവരുടെ കൈവശമുണ്ടായിരുന്ന ഫോണ്, എന്തിനേറെ പറയുന്നു ചപ്പല് വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചിലരൊക്കെ നദിയിലേക്ക് ഇറങ്ങാനായി ഉടുത്ത വസ്ത്രത്തിലാണ് ആ ജ്യൂസിലേക്ക് എത്തിയിരിക്കുന്നത്. ഒന്നും എടുക്കാനോ നോക്കാനോ അവർക്ക് സമയം കിട്ടിയില്ല. വൻ തിരക്കിൽ എങ്ങനെയോ അവരൊക്കെ പ്രയാഗ്രാജിൽ നിന്ന് ജ്യൂസിലേക്കുള്ള ആ ഹൈവേയിലേക്ക് എത്തപ്പെട്ടു എന്ന് മാത്രം. ശരിക്കും ജ്യൂസിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് 20 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരം അവരെങ്ങനെ കവർ ചെയ്തു എന്ന് അവിടെ എത്തിയ ആളുകൾക്ക് പോലും ഒരു പിടിയുമില്ല. ആ തള്ളിൽ അവരങ്ങ് ജ്യൂസിൽ എത്തിയതാണ്. അൻവർ കോംപ്ലക്സിലുള്ള മുഹമ്മദ് അനസ് ആദ്യമായി അവിടേക്ക് ഒഴുകി വന്ന ആളുകളുടെ അവസ്ഥ കണ്ടതും അയാൾക്ക് പരിചയമുള്ള കടക്കാരെ മുഴുവൻ വിളിച്ചു. വിവരം പറഞ്ഞ കടക്കാരൊക്കെ ഓടിയെത്തി. അവിടെ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്ത് പ്രയാഗ്രാജിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ്
ആളുകൾ വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒഴുകിയെത്തിയത്. ആ ഒഴുകിയെത്തിയ ആളുകൾക്കുള്ള താമസവും ഭക്ഷണം ഒരുക്കാൻ അൻവർ ഇടപെട്ടപ്പോൾ ഒരുപാട് കടക്കാരും ഒരുപാട് വീട്ടുകാരും ഒക്കെ മുന്നോട്ടിറങ്ങിയും ആ കുംഭമേളയ്ക്ക് എത്തിയ ആളുകൾ ഏത് നാട്ടുകാരെന്നോ ഏത് ഭാഷക്കാരെന്നോ നോക്കാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയുമായിരുന്നു. ഒരു ജനം, ഒരു മെയ്, ഒരു മനസ്സ്. ആ കാഴ്ച നമുക്ക് ആ ദിവസങ്ങൾ അവിടെ കാണാൻ പറ്റി. മുഹമ്മദ് അനസും കൂട്ടരും ഈ ശൈലിയിൽ ആ കുംഭമേളയിൽ എത്തിയ ആളുകളെ സഹായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിലെ ഒരു വാർത്ത ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല. അന്ന് അഖില ഭാരതീയ അഖാഡ പരിഷത്ത് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. മറ്റു മതസ്ഥരെ കുംഭമേളയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ സഹകരിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അന്ന് അഖില ഭാരതീയ അഖാഡ പരിഷത്ത് അനൗൺസ് ചെയ്തത്. പക്ഷെ അതേ മറ്റു മതസ്ഥരാണ് ഇപ്പോ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു തരത്തിലുമുള്ള മനസ്താപവുമില്ലാതെ ആളുകളെ സഹായിക്കാൻ മുന്നിൽ നിന്നത്. പ്രയാഗ്രാജിലെ സ്റ്റാൻലി റോഡിലുള്ള ഒരു അദിൽ ഹംസ അയാളുടെ കൈവശമുള്ള കാറുകളും അയാളുടെ സുഹൃത്തുക്കളുടെ കാറുകളുമായി 15 വാഹനങ്ങളാണ് ആ ദിവസം നിരത്തിലിറക്കിയത്. ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ പോകാൻ സഹായിക്കാൻ വേണ്ടിയാണ് ആ കാറുകൾ ഇറക്കിയത്. തികച്ചും സൗജന്യമായിട്ടാണ് ആ ആളുകളെ അന്ന് ഹംസയും കൂട്ടരും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടാക്കിയത്. ഈ ഭാഗത്തുള്ള ഒരു കോളേജാണ് ഹുസ്നി ഇന്റർ കോളേജ്. അതിൻ്റെ മാനേജർ ഒരു മുഹമ്മദ് ഉണ്ട്. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം കാണുന്നതെന്നാണ്. തികച്ചും നിരാലംബരായ ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ കയ്യിലുള്ള മുഴുവനും നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് വരുന്ന കാഴ്ച ശരിക്കും സങ്കടമുണർത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന നിലയിലാണ് കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിയത്. പക്ഷെ ആ തിക്കും തിരക്കിലും അവരുടെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ നഷ്ടപ്പെടുകയും അവിടുന്ന് എങ്ങനെയോ ജ്യൂസിലേക്ക് എത്തുകയുമായിരുന്നു. അവിടെ എത്തിയ അവരെ ഈ മുഹമ്മദ് കൂട്ടരും സ്റ്റുഡൻസിനെ വിളിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ആ സ്റ്റുഡൻസ് അവരുടെയൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും താമസവും ഭക്ഷണവും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ശരിക്കും മതസൗഹാർദ്ദത്തിൻ്റെതായ ഒരു അന്തരീക്ഷം പ്രയാഗ്രാജിൽ നിന്ന് 20 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ എല്ലാ ഭാഗത്തും കാണുകയാണ്. ഈ കുംഭമേളയ്ക്ക് എത്തി പരിക്കു പറ്റിയ ആളുകൾക്ക് വല്ലാത്ത ദേഷ്യം ഭരണാധികാരികളോട് തോന്നുക സ്വാഭാവികമാണ്. അതിൽ അയാൾ കണ്ട ഒരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു. ബാലു ഘാട്ടിലേക്കുള്ള വാതിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു. അയാളും മറ്റുള്ള ആളുകളും അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു VIP കാറ് അവിടേക്ക് വന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡ് വെച്ച കാറാണ് അവിടേക്ക് വന്നത്. അതിനകത്തുള്ള VIPകൾക്ക് വേണ്ടി ആ ബാലു ഘട്ടിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന പോലീസുകാരെ അയാൾ കണ്ടിരുന്നു. ഈ ശൈലിയിലുള്ള കാഴ്ച പ്രയാഗ്രാജിൽ പലയിടത്തും പലരും പലപ്പോഴും കാണും. ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ബോർഡ് വെച്ച വാഹനങ്ങളിൽ വരുന്ന ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, ഇവർക്കൊക്കെ പ്രത്യേക പരിഗണന കൊടുക്കാൻ അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർ നിർബന്ധിതരാകുകയാണ്. ഒരുപാട് വീഡിയോകൾ ഇപ്പോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ കുംഭമേളയ്ക്ക് തിക്കി പോകുന്ന ആളുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന VIP വാഹനങ്ങളാണ് ആ വീഡിയോയിൽ നമ്മൾ കാണുക. പോലീസ് ജീപ്പിനകത്ത് പോലും VIPകളെ കൊണ്ടുപോകുന്ന കാഴ്ചകളും ഇഷ്ടംപോലെ കാണാം. ശരിക്കും 2 നയം, 2 നീതി അങ്ങനെ നടപ്പാക്കപ്പെടുന്ന ഒരു സ്ഥലമായി പ്രയാഗ്രാജിലെ ആ കുംഭമേള സ്ഥലം മാറി എന്ന് അവിടെ ആ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്ന സാധാരണക്കാർ ആവർത്തിച്ച് പറയുമ്പോൾ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന വീഡിയോകളാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത്. ജനുവരി 29 നടന്ന ആ തിക്കിലും തിരക്കിലും മിസ്സായ ആളുകളിൽ പലരെയും ഫെബ്രുവരി 5 കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും മിസ്സായ അച്ഛനു വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും അലഞ്ഞു തിരിയുന്ന ആളുകളെ ഇപ്പോഴും നമുക്കവിടെ പ്രയാഗ്രാജിൽ കാണാം. അവർ പോലീസ് സ്റ്റേഷനുകളിലേക്കും മിസ്സിംഗ് പേഴ്സൺസിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്ന സ്ഥലത്തേക്കും ആശുപത്രിയിലേക്കും മോർച്ചറിയിലേക്കും മാത്രമല്ല ഇപ്പൊ പോകുന്നത്. അവര് ഈ പാർക്കിംഗ് ഗ്രൗണ്ടായ ജൂസിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റേഷനിലേക്കും എന്ന് വേണ്ട എവിടെയൊക്കെ തിരക്കാൻ പറ്റുമോ അവിടെയെല്ലാം തിരക്കുകയാണ്. ഏതൊക്കെയോ സ്ഥലത്തുനിന്ന് കുംഭമേളയ്ക്കായി എത്തിയ ആളുകളാണ്, അവിടെ വേണ്ടപ്പെട്ട ആളുകളാണ് ഇപ്പോ മിസ്സായിരിക്കുന്നത്. ആ ആളുകളില്ലാതെ അവർക്കെങ്ങനെ മടങ്ങിപ്പോകാനാകും? ആ വീട്ടുകാരോട് അവരെന്തു പറയും? ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ബാക്കിയുള്ള ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അനവധി ആൾക്കൂട്ടങ്ങളെ നമുക്ക് പ്രയാഗ്രാജിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കാണാം. 1954 ഇതേ സ്ഥലത്ത് മഹാകുംഭമേള നടന്നപ്പോൾ 800-ലധികം ആളുകളാണ് തിക്കും തിരക്കിലും കൊല്ലപ്പെട്ടത്. ആ സംഭവം ഉണ്ടായപ്പോൾ
അന്നത്തെ UP മുഖ്യമന്ത്രിയും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ മുൻകൈ എടുത്ത് ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഈ കുംഭമേളയുമായി ബന്ധിപ്പിച്ച് ഉണ്ടാക്കിയിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടീഷൻസാണ്. എന്ത് ആകാം, എന്ത് ആകരുത് എന്ന് ആ കുംഭമേള മാനുവലിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. VIP-കളുടെ ട്രാൻസ്പോർട്ട് എങ്ങനെയായിരിക്കണം, കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ പോകുന്ന ആളുകളുടെ യാത്രയും തിരിച്ചു വരുന്ന ആളുകളുടെ യാത്രയും എങ്ങനെയായിരിക്കണം, ഇതെല്ലാം എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവ ദിവസം ഇതൊക്കെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വസ്തുത. VIP-കളെ കൊണ്ടുപോകാൻ പാടില്ലാത്ത സ്ഥലത്ത് വരെ VIP-കളെ കൊണ്ടുപോയി. അടച്ചിടാൻ പാടില്ലാത്ത ഗേറ്റുകളൊക്കെ അടച്ചിട്ടു, തുറക്കാൻ പാടില്ലാത്ത ഗേറ്റുകളൊക്കെ തുറന്നു. സ്നാനത്തിന് പോകുന്ന ആളുകളും സ്നാനം കഴിഞ്ഞു വരുന്ന ആളുകളും രണ്ട് വഴികളിലൂടെ യാത്ര ചെയ്യണമെന്നുള്ള ആ നിയമം പോലും അവിടെ ലംഘിക്കപ്പെട്ടു. നിയമലംഘനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ആത്യന്തികമായി ആ ജനുവരി 29 പുലർച്ചെ 1 മണിക്കും 2 മണിക്കിടയിൽ ആ ദുരന്തം വിളിച്ചു വരുത്തിയത്. ഈ കുംഭമേള എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമല്ല. ഇവിടെ ഈ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള ഇപ്രാവശ്യം അനൗൺസ് ചെയ്യപ്പെട്ടത് ഒരു പ്രത്യേക ലേബലിലാണ്. 144 വർഷങ്ങൾക്കിടയിൽ മാത്രം നടക്കുന്ന മഹാ കുംഭമേളയാണ് പ്രയാഗ്രാജിൽ നടക്കുന്നതെന്നാണ് ആ അനൗൺസ്മെന്റിൽ വ്യക്തമാക്കിയത്. പക്ഷെ 2013 യഥാർത്ഥത്തിൽ മഹാകുംഭമേള നടന്നെന്നുള്ള വാദം ആ സമയത്ത് തന്നെ പത്രങ്ങളും അതുപോലെ സന്യാസ സമൂഹമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ വാദത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് യഥാർത്ഥ മഹാകുംഭമേള നടക്കുന്നത് ഈ 2025 പറഞ്ഞുകൊണ്ടാണ് സർക്കാർ അതിനെ പരസ്യം ചെയ്തത്. ശരിക്കും വൻ തുക തന്നെ UP സർക്കാർ ഈ മഹാകുംഭമേളയ്ക്ക് വേണ്ടി മുടക്കുകയും ചെയ്തു. 8,000-ഓളം കോടി രൂപ മുടക്കി മഹാകുംഭമേളയ്ക്ക് വേണ്ടി സൗകര്യം ഒരുക്കുമ്പോൾ അവിടെ എത്തുന്ന ആളുകളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി വഴി UPക്ക് 2 ലക്ഷം കോടി രൂപയുടെ റവന്യൂ ഉണ്ടാവുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരസ്യമായി പ്രസ്താവിച്ചത്. ഒരു കച്ചവടം അവിടെ വിഷ്വലൈസ് ചെയ്യപ്പെടുകയാണ്. ശരിക്കും ഈ മഹാകുംഭമേളയ്ക്ക് ഉണ്ടായ ആ വൻ പരസ്യം 40 മുതൽ 45 കോടി ആളുകളെ പ്രയാഗ്രാജിലേക്ക് എത്തിക്കും എന്നതാണ് സത്യം. അത്രയും ആളുകൾ 45 ദിവസം കൊണ്ടാണ് പ്രയാഗ്രാജിൽ എത്തേണ്ടത്. ആ ആളുകളുടെ എണ്ണം ഈ മൗനി അമാവാസി ദിവസത്തിലേക്ക് കുന്നുകൂട്ടാൻ ബോധപൂർവമായ ഒരു ശ്രമം പല കോണിൽ നിന്നും ഉണ്ടായതിന്റെ ഒരു ദുരന്ത ഫലം കൂടിയാണ് നമ്മൾ കണ്ടത്. മൗനി അമാവാസി ദിവസം യമുനയും ഗംഗയും ചേരുന്ന ആ ഭാഗം, അതിന് തൊട്ടടിയിൽ സരസ്വതി ഉണ്ട്, ആ ഭാഗത്ത് തന്നെ സ്നാനം നടത്തണമെന്ന് ആളുകൾക്ക് തോന്നലുണ്ടാക്കത്തക്ക ശൈലിയിൽ ഒരു പ്രചാരണം ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നദിയുടെ കരയിൽ സ്നാനം നടത്തിയാലും ഒരു കുഴപ്പവുമില്ല. അതിനു പകരം ആ ഉള്ളിലേക്ക്, നദിക്കുള്ളിലേക്ക് ചെന്ന് സ്നാനം നടത്തണമെന്ന് നിർബന്ധപൂർവ്വം ആളുകൾക്ക് തോന്നൽ ഉണ്ടാക്കിപ്പിക്കാൻ പറ്റുന്ന ശൈലിയിൽ പലതരത്തിലുള്ള ഇടപെടലുകളുണ്ടായി. അതിലൊരു കാരണം അവിടെയുള്ള അനവധി ബോട്ടുകളാണ്. നദിയിൽ നിന്ന് ബോട്ടിലൂടെ നദിക്കുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ ഭാഗം വരെ പോകണം. അതിന് സ്വാഭാവികമായിട്ടും ആ ബോട്ടുകൾക്ക് ഒരു കൂലി ലഭിക്കും. ആ കൂലി ഒരു ചെറിയ സംഭവമായിട്ട് നമുക്ക് തോന്നിയാലും ബോട്ടുകൾ ആളുകളെ അവിടെ കൊണ്ടുവിടുന്നു, മുക്കുന്നു, തിരിച്ച് കരയെ കൊണ്ടുവരുന്നു, വീണ്ടും ആളുകളെ കൊണ്ടുവരുന്നു, മുക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇതൊരു വലിയ ആക്ടിവിറ്റി ആയിട്ട് നടക്കുകയാണ്. ശരിക്കും നല്ല സ്പീഡിലാണ് ആ ഭാഗത്ത് നടക്കുക. എന്നാൽ കരയുമായി ബന്ധിപ്പിച്ച ഭാഗത്ത് നമുക്ക് സ്നാനം നടത്തുമ്പോൾ എത്ര നേരം വേണമെങ്കിലും മുങ്ങാം, നമുക്ക് സൗകര്യമുള്ള പോലെ കുളിക്കാം. പക്ഷേ ആ ബോട്ടിൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് അത് പറ്റത്തില്ലല്ലോ. അവിടെ ഒരു ബിസിനസ് താല്പര്യമുണ്ട്. ഈ ബിസിനസ് താല്പര്യവും ആത്യന്തികമായി ആ തിരക്ക് സൃഷ്ടിക്കുന്നതിൽ എത്തി എന്നുള്ളതാണ് സത്യം. ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്ത് UP സർക്കാരിന്റെ കണക്ക് പ്രകാരം 38 കോടിയിലധികം ആളുകൾ ഈ കുംഭമേളയിൽ പങ്കെടുത്ത് കഴിഞ്ഞു എന്നാണ്. ഇനിയും കുറേ ദിവസങ്ങൾ കൂടി കുംഭമേള ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇതൊരു ലോക റെക്കോർഡാണ്. ഇത്രയേറെ ആളുകൾ ഈ പ്രയാഗ്രാജിൽ വരാൻ എന്താണ് കാരണം? അതിന്റെ കാരണം പുരാണത്തിലെ ഒരു ഐതിഹ്യമാണ്. പാലാഴി മഥനം നടന്ന സമയത്ത് ലഭിച്ച അമൃത് അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ദേവന്മാർ ഒളിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ആ അമൃത് ഒളിപ്പിക്കാൻ കൊണ്ടുപോയ സമയത്ത് അമൃത് ഒന്ന് തുളുമ്പുകയും 4 സ്ഥലത്ത് അത് വീഴുകയും ചെയ്തു. അതിൽ ഒരു തുള്ളി വീണത് ഈ പ്രയാഗ്രാജിലാണ്. നാസിക്കിലും ഉജ്ജയിനിലും ഹരിദ്വാറിലുമാണ് മറ്റ് 3 തുള്ളികൾ വീണത്. ഈ 4 സ്ഥലത്തുമാണ് കുംഭമേള നടക്കുക. ഈ 4 സ്ഥലത്തും ഈ പ്രത്യേക ദിവസങ്ങളിൽ മുങ്ങി സ്നാനം നടത്തിയാൽ നമ്മളുടെ സകല പാപങ്ങളും നമ്മളെ വിട്ടു പോകുമെന്നും നമ്മൾ ഒരു പൂർണ്ണ മനുഷ്യനായി മാറുമെന്നുള്ള ഒരു വിശ്വാസം ഹിന്ദു സമൂഹത്തിനുണ്ട്. ആ വിശ്വാസമാണ് ലോകത്തെമ്പാടുമുള്ള ഹിന്ദു വിശ്വാസികളെ അവിടേക്ക് എന്തായാലും എത്തിച്ചത്. ഹിന്ദു വിശ്വാസികളെ മാത്രമല്ല അവിടേക്ക് എത്തിക്കുന്നത്, ഈ വിശ്വാസങ്ങളിൽ താല്പര്യമുള്ള മറ്റു മതസ്ഥരും ഇഷ്ടംപോലെ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കാലങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ ഈ കുംഭമേളയിലേക്ക് എത്തുന്ന ആളുകൾ
ആ കുംഭമേളയിൽ ലയിക്കുന്ന ആളുകളാണ്. ശരിക്കും കുംഭമേളയിൽ അവർ സ്റ്റാൻഡ് നടത്തുമ്പോൾ അവരുടെ പൊസിഷനോ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും അവരാരും ശ്രദ്ധിക്കില്ല എന്നാണ് സത്യം. പക്ഷെ ആ സോഷ്യൽ സ്റ്റാറ്റസും അവരുടെ പൊസിഷനും ഒക്കെ ശ്രദ്ധിക്കുന്ന അധികാരി സമൂഹം അവർക്ക് VIP പരിഗണന കൊടുക്കുന്നത് കൊണ്ടാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഈ സ്ഥാനത്തിന് സ്ഥിരമായി പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. ആ VIP യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു VIP പരിഗണന ലഭിച്ചാൽ മാത്രം സ്നാനത്തിന് പോകുന്ന ആളുകളൊന്നുമല്ല. മറ്റുള്ളവരെ പോലെ ബുദ്ധിമുട്ടി ആ സ്നാനഘട്ടിലെത്തി സ്നാനം നടത്തി തിരിച്ചു പോകുമ്പോഴാണ് അവർ ഉദ്ദേശിക്കുന്ന പുണ്യം അവർക്ക് ലഭിക്കുക എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നോട് ഈ കാര്യം പങ്കുവെച്ച് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ശരിക്കും ഒത്തിരിയേറെ പഴക്കമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ കുംഭമേളയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാം. എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരമാണ്. ആ ആചാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ കുംഭമേള കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. അത് ഒരു സൂചനയാണ്, കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സൂചന. നമ്മൾ VIP ആചാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ട സ്ഥലത്ത് ഒഴിവാക്കുക തന്നെ വേണമെന്ന് ആലപ്പുഴയിലെ ആ ഡിസ്ട്രിക്ട് ജഡ്ജിക്കും സിനിമാ താരമായ ദിലീപിനും പ്രത്യേക പരിഗണന കൊടുത്ത് ശബരിമലയിലേക്ക് ദർശനത്തിൽ എത്തിച്ചപ്പോൾ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുണ്ടായി. ദേവന് മുന്നിൽ VIP ഇല്ല എന്നാണ് ആത്യന്തികമായി ഹൈക്കോടതി പറഞ്ഞത്. അതേ ചിന്ത അധികാരി സമൂഹത്തിന് ഉണ്ടായില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മഹാകുംഭമേളയെക്കുറിച്ചും അതിനിടയിലുണ്ടായ ദുരന്തത്തെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക.